ഈ കാണുന്ന ആളും ആരവവും മാത്രമേ തീരത്തുള്ളൂ. ആവശ്യത്തിന് മത്സ്യമോ ലഭിക്കുന്ന മത്സ്യങ്ങൾക്ക് വിലയോ കിട്ടുന്നില്ല. ഇപ്പോഴും കുറേ ദിവസം കൊണ്ട് കുട്ടിച്ചൂര കിട്ടിക്കൊണ്ടിരിക്കുന്നത് 50,000, 40,000, 30,000. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സീസൺ ഇവിടെ ഇല്ല. ഇപ്പം ഒരു കുട്ടി തൊഴിൽ കൊണ്ടുവന്നാൽ 5,000, 6,000 രൂപ അല്ലെങ്കിൽ 1,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. കുറച്ച് കൊണ്ടുവന്നാൽ നല്ല വിലയാണ്, 5-8 വിലയാണ്. കുട്ടിച്ചൂരേ ഉള്ളൂ, ഇതില്ലെങ്കിൽ കടപ്പുറത്തൊന്നുമില്ല. ഈ സമയത്ത് പ്രധാനമായിട്ട് വരുന്ന മീനുകൾ വാളയാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് വരേണ്ട, വാളയാണ്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാകാം മത്സ്യങ്ങളുടെ ലഭ്യത കുറവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ വാളയും കണവയും ഒക്കെ യഥേഷ്ടം കിട്ടേണ്ട ഈ സമയത്ത് അത് ലഭിക്കുന്നത് അപൂർവമായി മാത്രമാണ്. കാലവർഷം നല്ല സൂപ്പർ കാലവർഷമാണ് ഈ വർഷം കിട്ടിയത്. ഒരു പണിയില്ല, നമ്മളൊക്കെ ഒരു മാസം കൊണ്ട് വർക്കുകളില്ല. 26 രൂപ, 28 രൂപ, 30 രൂപ വിലയാണ് ഒരു കുട്ടിച്ചൂര. മത്സ്യം പിടിക്കാൻ പോകുന്നവരും വാങ്ങുന്നവരും മാത്രമല്ല, മത്സ്യം വെട്ടി ഉപജീവനമാർഗം കണ്ടെത്തുന്നവരും തീരത്തുണ്ട്. അവരുടെ വീടുകളും പട്ടിണിയിലാണ്. നമുക്കൊരു ജോലിയില്ല, കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കണം. ഇവിടെ മീനിട്ട് കൊടുത്താൽ 10-200 രൂപ കിട്ടും. കിട്ടുന്ന സമയം കിട്ടും, കിട്ടില്ലെങ്കിൽ ഇല്ല. ചാളയുമില്ല, മത്തിയുമില്ല, കൊഞ്ചുമില്ല. ഒരു കാലത്ത് തിരുവനന്തപുരത്തിൻ്റെ തീരങ്ങളിൽ ഏറ്റവും അധികം ലഭിച്ചുകൊണ്ടിരുന്ന മത്സ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇവിടെ ലഭ്യമല്ല. കാലവർഷം നേരത്തെ എത്തിയിട്ടും സ്ഥിതിക്ക് ഒരു മാറ്റവുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുത്തെ മീനുകൾക്ക് വിലയും വർദ്ധിക്കുന്നത്. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.